ഈ കാണുന്ന തെരുവ് നായ്ക്കളെല്ലാം ഞാനിന്ന് കൊല്ലാൻ പോവുകയാണ്. അതിന്റെ കാര്യം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ രാവിലെ പോകുന്നത് അമ്മയൊക്കെ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. രാവിലെ അമ്മയൊക്കെ തൊഴിലുറപ്പിന് വന്ന സമയത്ത് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ കണ്ട ആ തെരുവ് നായ്ക്കളെല്ലാം കൂടി ഇതിനെ കൂട്ടത്തോടെ ആക്രമിച്ചു. ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടി പുറകെ ഓടിയെങ്കിലും ആ നായ്ക്കളെല്ലാം കൂടി പാവത്തിനെ കൊന്നുകളഞ്ഞു. ആർക്കും അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച കാര്യം ജീവൻ പോയ ഈ പൂച്ച ഒരു ഗർഭിണിയായിരുന്നു. ഇനി പറ, ഈ നായ്ക്കളെയൊക്കെ എന്ത് ചെയ്യണം? ആ പാവം പൂച്ച എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവണം. എന്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് ആ നായ്ക്കളോട് മാരമായ ദേഷ്യം തോന്നി. കൈ കിട്ടിയ കല്ലെടുത്ത് ഞാൻ അവരെ എറിഞ്ഞതൊന്നും അവരുടെ പിറത്തൊന്നും കൊണ്ടിട്ടില്ല. ഞാൻ ആ നായ്ക്കളുടെ പിറകെ കുറെ മാത്രം കല്ലൊക്കെ പറക്കി എറിഞ്ഞു. ഒരെണ്ണം പോലും കൊണ്ടിട്ടില്ല. പാവം ആ പൂച്ച കിടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും സഹിച്ചില്ല. ഞാൻ രാവിലെ തന്നെ നായ്ക്കളുടെ പിറകെ കുറെ അവരൊരു 3-4 പേരുണ്ടായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവരെയൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനെന്നല്ല ഏതൊരാളായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ പോണില്ല. പാവം അതൊരു അമ്മ പൂച്ചയാണെന്ന് ആലോചിക്കുമ്പോഴാണ് കൂടുതലും വിഷമം ഉണ്ടാവുന്നത്. ഞാൻ അതിന്റെ അടുത്ത് നിന്ന് കുറെ നേരമൊക്കെ ഇരുന്നു. ഇനി വേറെ വഴിയൊന്നുമില്ല. അതിനെ അവിടെ തന്നെ ഒരു കുഴിയെടുത്ത് മൂടി. എനിക്ക് പൂച്ചയോടും പട്ടിയോടും ഒക്കെ ഒടുക്കത്തെ സ്നേഹമാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി.